വികസനത്തെ ചോദ്യം ചെയ്യുകയാണ് UDF ചെയ്യുന്നത്. വികസനം പറഞ്ഞ് ഈ മണ്ഡലത്തെ ഇടതുപക്ഷത്തിന്റെ തന്നെ സീറ്റാക്കി നിർത്താൻ ഇടതുമുന്നണിക്ക് കഴിയുമോ? തീർച്ചയായും. എന്തുകൊണ്ടെന്നാൽ ഇവിടെ UDFന്റെ പ്രതിനിധി തെറ്റായൊരു കാര്യമാണ്. ഞാനൊരു ജനപ്രതിനിധിയാണ്, ഒരു മണ്ഡലത്തിന്റെ MLA ആണ്. മണ്ഡലത്തിന്റെ വികസനം എന്ന് പറയുന്നത് MLAയുടെ സ്വന്തം പോക്കറ്റിനെടുത്ത് ചെയ്യുന്നതല്ല, സർക്കാർ തരുന്നതാണ്. 9 വർഷം 2000 കോടിയുടെ വികസന പദ്ധതികളാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. 2000 കോടിയുടെ 15.25 കോടി രൂപയുടെ മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ ഒരുപാട് ഭാഗങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന വികസന കുതിപ്പിന്റെ കണക്കുകൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം സുഹൃത്തെ. ഓരോ കാര്യങ്ങളുണ്ട്. 9 വർഷം കൊണ്ട് പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കി 50 കോടി സ്കൂളുകൾക്കായി മാറ്റിവെച്ചു. ഓരോന്നുണ്ട്. 3.58 ട്രഷറി കെട്ടിടം, 5 കോടി വൈദ്യുതി മേഖലയ്ക്ക്, പാർപ്പിടം, ക്ഷേമ പെൻഷനുകൾ, അങ്ങനെ ഓരോന്നും. അങ്ങ് പറയാത്തൊരു ഭാഗമുണ്ടല്ലോ, കവളപ്പാറ പുനരധിവാസം. ഞാൻ അങ്ങോട്ട് പറയാം, ഇവർ ചർച്ച കിടന്നതാണ്. ആ കവളപ്പാറ പുനരധിവാസത്തിൽ MP ഉൾപ്പെടെ കേരള ഗവൺമെന്റിനെ അഭിനന്ദിച്ചു. കാരണം ഈ ജനങ്ങൾക്ക് 20 കോടിയുടെ വികസനം നിങ്ങളെ തുണയ്ക്കുമെന്നാണോ? തീർച്ചയായും വികസനത്തിന് തുടർച്ചയുണ്ടാകും. എം സ്വരാജിലൂടെ ആ വികസന കുതിപ്പിലേക്ക് നിലമ്പൂർ